ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് വൈറ്റ് കളർ ബീഡ്സ്, പിന്നെ ഒരു പീച്ച് കളർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഹുക്ക് വേണം, ഗിയർ ലോക്ക്, ഹെഡ് പിൻസ്, ഗിയർ വയർ, പിന്നെ കട്ടർ, പ്ലെയർ. ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഹെഡ് പിന്നിന് 2 സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്. കുറച്ച് വലുതും പിന്നെ നോർമലായിട്ട് കുറച്ച് ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വലിയ ഹെഡ് പിൻ എടുക്കാം, അതിലോട്ട് മുത്ത് കോർക്കാം. അപ്പോൾ ഫസ്റ്റ് മുത്ത് ഏറ്റവും വലിയ സൈസ് താഴെ വരുന്ന പോലെയാണ് കോർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പീച്ച് കളർ മുത്ത് ഒരെണ്ണം കോർത്തു. പിന്നെ 6 mm സൈസ് വരുന്ന 2 വൈറ്റ് കളർ ബീഡ്സ്, പിന്നെ 4 mm സൈസ് വരുന്ന 2 വൈറ്റ് കളർ ബീഡ്സ്. അങ്ങനെ ആദ്യം നമ്മൾ കോർക്കുന്ന ഹെഡ് പിന്നിൽ 5 മുത്താണ് കോർക്കുന്നത്, ഒരു പീച്ച്, പിന്നെ 4 വൈറ്റ് കളർ ബീഡ്സ്. അത് സൈസ് മേലോട്ട് പോകുന്തോറും സൈസ് കുറയുന്ന പോലെയാണ് നമ്മൾ കോർത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഏറ്റവും മുകളിലായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കാം. ഈ ലൂപ്പ് ഉണ്ടാക്കിയ ശേഷം ഇതാണ് നമ്മൾ മാലയിൽ കോർക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നടുവിൽ വരുന്നത് ഈ 5 മുത്ത്. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഹെഡ് പിൻ ഉണ്ടെങ്കിൽ കൂടുതൽ 7 മുത്ത് 9 മുത്ത് വരെ എല്ലാം കോർക്കാം. ഇവിടെ ഞാൻ 5 മുത്താണ് മാക്സിമം കോർക്കുന്നത്. അപ്പോൾ അടുത്ത ഹെഡ് പിൻ എടുക്കാം. ഇതേപോലെ തന്നെ ഒരു പീച്ച് കളർ മുത്ത്, പിന്നെ 6 mm വരുന്ന ഒരു വൈറ്റ് കളർ മുത്തും 4 mm വരുന്ന 2 വൈറ്റ് കളർ മുത്താണ് കോർക്കുന്നത്. അതിനുശേഷം അതിന് മുകളിലൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അവിടെ എക്സ്ട്രാ കുറച്ച് വരുന്ന ലെങ്ത്ത് ഹെഡ് പിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അവിടെ ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തേൽ 5 മുത്ത് കോർത്തു, നെക്സ്റ്റ് 4 മുത്ത്, ഇതേപോലെ 3 മുത്തിൻ്റെ കോർക്കാം, പിന്നെ 2 മുത്തിൻ്റെ കോർക്കാം, വേണമെങ്കിൽ 1 മുത്തിൻ്റെ കോർക്കാം. ഞാനിവിടെ 1 മുത്തിൻ്റെ കോർത്തിട്ട് യൂസ് ചെയ്യുന്നില്ല. 5 പിന്നെ 4 പിന്നെ 3 പിന്നെ 2, ഇതേപോലെ നമ്മൾ 2 സൈഡിലും വരുന്ന പോലെ ആദ്യത്തെ നടുവിൽ വരുന്ന 5 എണ്ണം മാത്രം ഒന്ന്, ബാക്കി എല്ലാ നമ്പറും 2 എണ്ണം വെച്ചിട്ട് കോർക്കാം. അതായത് നടുവിൽ 5 പിന്നെ 4 പിന്നെ 3 പിന്നെ 2, ഈ ഓർഡറിൽ നമുക്ക് മുത്തുകൾ കോർത്ത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് മാലയ്ക്ക് വേണ്ടിയുള്ള വയറെടുക്കാം. ഗിയർ വയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും കണക്കാക്കിയിട്ട് ഗിയർ വയർ എടുക്കാം. ഗിയർ വയർ ഇല്ലെങ്കിൽ സാധാരണ നൂലായാലും മതി, അതിൽ കോർക്കാം. അപ്പോൾ ഹുക്ക് കോർക്കുന്നു, അതിനുശേഷം ഈ ഗിയർ വയർ എടുത്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്ത് നമുക്ക് ലോക്ക് ചെയ്യാം. സാധാരണ എല്ലാ മാലയിലും നമ്മളിങ്ങനെ തന്നെയാണ് ലോക്ക് ചെയ്യാറ്. ഗിയർ ലോക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ഇത് തന്നെയായിരിക്കും ഹുക്ക് കോർക്കാനായിട്ട്. അല്ല സാധാരണ ത്രെഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഹുക്കിലോട്ട് നൂല് കോർത്ത് കെട്ടിട്ടാലും മതി. അതിനുശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് ഗിയർ ലോക്കിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മുത്ത് കോർത്ത് തുടങ്ങുമ്പോൾ 4 mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്താണ് ആദ്യം കോർക്കുന്നത്. അതൊരു 10 എണ്ണമാണ് ഫസ്റ്റ് കോർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 5-6 എണ്ണം കോർത്ത ശേഷം നമ്മൾ ഗിയർ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു അറ്റം ഗിയർ വയറിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാതെ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടി ഈ മുത്തിൻ്റെ ഉള്ളിലോട്ട് കോർക്കണം. അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട, കുറച്ച് കാണുമ്പോൾ ഫിനിഷിംഗ് ആയിരിക്കാനും ഇങ്ങനെ കോർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വൈറ്റ് കളർ മുത്ത് 10 എണ്ണമാണ് ആദ്യം കോർക്കുന്നത്. വലിയ മുത്ത് വേണമെങ്കിൽ അതന്നെ കോർത്ത് തുടങ്ങാം. ഞാനത് കഴുത്തിൻ്റെ ബാക്കിൽ വരുന്ന ഭാഗത്തായതുകൊണ്ടാണ് ഈ പ്ലെയിൻ ആയിട്ട് ചെറിയ മുത്തന്നെ ആദ്യം കോർക്കുന്നത്. 10 മുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 6 mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്ത് 5 എണ്ണം കോർക്കുക. 5 എണ്ണം കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കളർ മുത്ത്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പീച്ച് കളർ മുത്തുണ്ടല്ലോ, അതൊരെണ്ണം കോർക്കാം. അപ്പോൾ നമുക്ക് ഇടയിൽ എത്ര ഗ്യാപ്പ് വേണമെങ്കിലും വിട്ടിട്ട് കോർക്കാം. ഞാനിവിടെ 5 മുത്ത് കോർത്തിട്ടാണ് ഇതൊരെണ്ണം കോർക്കുന്നത്. വീണ്ടും 5 6 mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്ത് കോർത്തിട്ട് ഇതേപോലെ ഒരു പീച്ച് കളർ മുത്ത് കോർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും കോർത്തു. ഇത് ഇടയിൽ 2 മുത്തിന് ശേഷം കോർക്കണമെങ്കിൽ അങ്ങനെ കോർക്കാം, അല്ലെങ്കിൽ 3 മുത്ത് ഗ്യാപ്പിൽ പീച്ച് കളർ മുത്ത് വേണമെങ്കിൽ കോർക്കാം. ഇഷ്ടംപോലെ കോർക്കാം. ഞാനിവിടെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് പീച്ച് കളർ മുത്ത് കോർത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കാം. അതിനുശേഷം നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്നത് ഹെഡ് പിന്നിൽ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തുകളിൽ 2 മുത്ത് കോർത്തത് ആദ്യം കോർക്കാം. പിന്നെ ഒരു വൈറ്റ് കളർ 6 mm സൈസ് വരുന്ന മുത്ത്, വീണ്ടും 3 എണ്ണം കോർത്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു വൈറ്റ് കളർ മുത്ത്, പിന്നെ 4 എണ്ണം കോർത്തത്, പിന്നെ വൈറ്റ് കളർ മുത്ത്, പിന്നെ 5 എണ്ണം കോർത്തത്. ആ ഓർഡറിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കോർക്കാം. ഇത്രയും കോർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും വരുന്ന പോലെ നമ്മൾ കോർത്തിട്ട് ആദ്യം വെച്ച പോലെ അതേ ഓർഡറിൽ തന്നെ ഇപ്പോൾ നമ്മൾ 4 എണ്ണം കോർത്തു. ഇതേപോലെ ഇപ്പം നടുവിൽ 5 എണ്ണം വന്നു, സൈഡിൽ ഇനി 4 3 2 വരുന്ന പോലെ തന്നെ മറ്റേ ഭാഗത്തും കൂടി ഫുള്ളായിട്ടും ഇതിങ്ങനെ കോർത്തെടുക്കാം. അപ്പോൾ സെൻട്രൽ ഭാഗത്ത് വരുന്ന ഡിസൈൻ നമ്മൾ കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഒരു പീച്ച് കളർ മുത്ത്, വീണ്ടും 5 വൈറ്റ് കളർ മുത്ത്, വീണ്ടും ഒരു പീച്ച് കളർ മുത്ത്, പിന്നെ 5 വൈറ്റ് കളർ മുത്ത് 6 mm സൈസ് വരുന്നത്, പിന്നെ ചെറിയ 10 4 mm സൈസ് വരുന്ന മുത്ത്. അതുപോലെ നമുക്ക് മറ്റേ ഭാഗത്തോട്ട് കോർക്കാം. അപ്പോൾ നമ്മുടെ മാലയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഹുക്ക് കോർക്കാനുള്ള ജംബറിങ് കൂടി കോർക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് കോർക്കാം, വീണ്ടും ജംബറിങ് കോർക്കാം, പിന്നെ ഗിയർ വയർ എടുത്ത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ടൈറ്റ് ചെയ്യാം. അതിന് മുകളിൽ പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത്
നമുക്ക് ബാക്കി വരുന്ന ഗീർ വയർ അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റേണ്ട. ഒരു 4-5 മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്ത ശേഷം ഗീർ വയർ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ പീച്ച് കളർ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് ഒരു എടുപ്പില്ല, പക്ഷെ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ കളറിന് പകരം ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഒപ്പം തന്നെ ഒരു ലൈക്ക് കൂടി തരിക. പിന്നെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ സജഷൻസ്, ഒപ്പീനിയൻസ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.